വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 20 വരെ തിരുവചനങ്ങൾ. പരക്കുമോ. അവർ ഭക്ഷണം കഴിച്ച ശേഷം യേശു ശമോൻ കീപ്പയോട്, യവനായുടെ മകനായ ശമോനെ, ഇവരെക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ് എൻ്റെ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. താൻ അവനോട്, നീ എനിക്കായി എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് പറഞ്ഞു. വീണ്ടും 2ാം പ്രാവശ്യം താൻ അവനോട്, യവനായുടെ മകനായ ശമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ് എൻ്റെ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എനിക്കായി എൻ്റെ പെണ്ണാടുകളെ മേയിക്കുക എന്ന് പറഞ്ഞു. 3ാമതും താൻ അവനോട്, യവനായുടെ മകനായ ശമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3ാമതും അവനോട് ചോദിച്ചതിൽ കീപ്പായ്ക്ക് ദുഃഖമായി. അവൻ തന്നോട്, എൻ്റെ കർത്താവെ, സർവവും അവിടുന്ന് പൂർണ്ണമായി അറിയുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എനിക്കായി എൻ്റെ ആടുകളെ മേയിക്കുക. സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ സ്വയമായി അരകെട്ടുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ നടക്കുകയും ചെയ്തിരുന്നു. നീ വൃദ്ധനാകുമ്പോഴോ നീ നിന്റെ കൈ നീട്ടിക്കൊടുക്കും, മറ്റൊരുവൻ നിന്റെ അരമുറുക്കും, ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. താനിത് പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താലാണ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താനിരിക്കുന്നതെന്ന് കാണിപ്പാനായിരുന്നു. ഇത് പറഞ്ഞിട്ട് താൻ അവനോട്, നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ദൈവമേ, ജയത്തിൻ്റെ അടയാളമായ സ്ലീബായോടുകൂടെ നീ വരുമ്പോൾ ഞങ്ങളെയും നിന്നെ ബഹുമാനിച്ചവരെയും നിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടെ നിർത്തണമേ. ആമേൻ.